രാവിലെ നിങ്ങളെ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നല്ല, അമ്മ ചീത്ത വിളിക്കണൊക്കെ കേട്ടല്ല, എന്തോന്ന്? അത് ഈ രാത്രി മാവ് വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടേ വാങ്ങാതെ വീട്ടിൽ പോയിട്ട് രാവിലെ കാപ്പി വെച്ചു കൊടുക്കും. നിന്റെ വീട്ടിലും കേക്ക് ബഹളം. ഇതായിരുന്ന അതുകൊണ്ട് നിനക്കേ ഈ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയാമോ? വേറെ ആര് വേണം, ഞാൻ പോരെ. എന്നാ പിന്നെ ശരി, ഞാൻ അങ്ങോട്ട്. നിങ്ങൾ ഇരി. IT A+ ഒക്കെ ഉള്ളതാണ് എനിക്ക്. നിങ്ങൾ കാര്യം പറ. എനിക്ക് ആവശ്യം ഈ SBR ബാങ്ക് ഒക്കെ ഇല്ലേ, അതിന്റെ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റിയ ഒരാളെ വേണം. ബാങ്കിന്റെ നിങ്ങൾ എന്ത് കളിക്കണ കളി? പിന്നെ സീരിയസ് ആവേ. എടാ അതല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, അണ്ണ ഒന്നും പറയണ്ട. അണ്ണ എന്തോ ബാങ്കിന്റെ പൈസ അടിച്ചു മാറ്റാൻ നോക്കണ? ഒന്ന് നിർത്ത് നീ. എടാ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോ രാത്രി 10 മണിയാവും, നിനക്കറിയാലോ. ഓ, അതാകുമ്പോ രാത്രി ആവുമല്ലോ, കക്കാനും എളുപ്പം. എടാ ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. നമ്മുടെ SBR ബാങ്കിന്റെ ഓപ്പോസിറ്റ് കട അറിയാം, നമ്മൾ ദാമോദരൻ മാമന്റെ കട. ഓ അറിയാം. ഓ, ആ കട വഴി കുഴിച്ച് നിങ്ങൾക്ക് ബാങ്കിൽ കയറണം. ഞാൻ വല്ലതും വിളിച്ച് പറയാൻ കേട്ടാ. എടാ അതൊന്നും അല്ല, ഞാൻ 10 മണിക്ക് വരുമ്പോ ഞാൻ ആ കടയിൽ നിന്നാണ് സ്ഥിരമായിട്ട് മാവ് വാങ്ങിക്കുന്നത്. അതിനിപ്പോ എന്ത്? എനിക്കാണെങ്കിൽ അവിടുത്തെ മാവ് വാങ്ങിച്ച് കാപ്പി ഉണ്ടാക്കിയാലേ ദോശ ഇഡ്ഡലിയൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഞാൻ വേറെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാതെ ആ കടയിൽ നിന്ന് തന്നെ മാവ് വാങ്ങിക്കാൻ വരും. പക്ഷെ അവിടെ വരുമ്പോ എന്ത് ചെയ്യും, മാവ് അങ്ങ് തീരും. അതും ഈ SBR ബാങ്കുമായിട്ട് എന്താണ് ബന്ധം? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ SBR ബാങ്കിന്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ടല്ലേ, ആ ക്യാമറ ഹാക്ക് ചെയ്ത് അതെനിക്ക് വെച്ചിരുന്ന അറിയാം ഈ കടയിൽ മാവ് തീർന്നോ ഇല്ലയോ എന്ന്. അപ്പൊ എനിക്ക് അവിടെ മാവ് തീർന്നെങ്കിൽ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചൂടെ? നിങ്ങൾക്ക് ഇനി ആ ബാങ്കിന്റെ ക്യാമറ ഹാക്ക് ചെയ്ത് ഇനി അതുവഴി മാവുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാനല്ലേ.